മലയൻകീഴിൽ വീണ്ടും വ്യാജ ലോട്ടറി തട്ടിപ്പ്. 5000 രൂപയുടെ വ്യാജ ലോട്ടറി കൈമാറി സമ്മാനത്തുക തട്ടിച്ചു. പേയാട് പള്ളിമുക്ക് സെന്റ് സേവ്യേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന സിന്ധുവിന്റെ ഭഗവതി ഏജൻസിയിൽ നിന്നാണ് 5000 രൂപയുടെ വ്യാജ ലോട്ടറി നൽകി സമ്മാനത്തുക തട്ടിയെടുത്തത്. 2026 ഫെബ്രുവരി 11 നറുക്കെടുത്ത DL 39 നമ്പർ ലോട്ടറിയുടെ DD 319785 സീരീസിന് 5000 രൂപയുടെ സമ്മാന നമ്പറുള്ള ലോട്ടറി നൽകിയ ശേഷം വെള്ളിയാഴ്ചത്തെ 10 ലോട്ടറികളും ഇയാൾ വാങ്ങി. ശേഷം 4500 രൂപ തുകയായി വാങ്ങി ഇയാൾ സ്ഥലത്ത് നിന്ന് മുങ്ങി. തുടർന്ന് വൈകുന്നേരം സിന്ധു ഏജൻസിയിലെത്തി ലോട്ടറി നൽകി തുക കൈപ്പറ്റാൻ ഒരുങ്ങുമ്പോഴാണ് ഇത് വ്യാജ ലോട്ടറിയാണെന്ന് ഏജൻസിക്കാർ പറയുന്നത്. അസൽ ലോട്ടറിയുടെ ഫോട്ടോ കോപ്പിയാണിത്. എന്നാൽ മൊബൈലിൽ ബാർകോഡ് സ്കാനിങ്ങിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. മൊബൈലിലെ സ്കാനിംഗ് ആപ്പ് ഉപയോഗിച്ചാണ് സമ്മാനത്തുക ഉറപ്പിച്ചത്. സ്ഥിരമായി ഇത്തരത്തിലാണ് സ്ഥാപനത്തിലെത്തുന്ന ലോട്ടറികളിൽ സമ്മാനത്തുക ഉറപ്പിക്കുന്നത്. സ്കാനിങ്ങിൽ സമ്മാനം കാണിച്ചാൽ തുക നൽകുകയും ചെയ്യും. ഇന്നും അങ്ങനെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിലാണ് മലയൻകീഴ് ചന്തയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന മാങ്കുന്നിന്റെ ഏജൻസിയിലും തട്ടിപ്പ് നടന്നത്. ഇവിടെ തട്ടിപ്പുകാരന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. അന്നു തന്നെ പേയാട് മറ്റൊരു കടയിലും ഇതേ രീതിയിൽ തട്ടിപ്പ് നടന്നതായി പരാതി ഉണ്ടായിരുന്നു. ഇതിന്റെ പരാതി CCTV ഉൾപ്പെടെ പരാതി നൽകി ലോട്ടറി കള്ളനെ പിടികൂടാൻ കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ മലയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റൊരു തട്ടിപ്പ്. എൻ്റെ പേര് സിന്ധു. ഞാൻ പേയാട് പള്ളിമുക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളാണ്. ഇന്ന് രാവിലെ 9-നും 9:30 ഇടയിൽ ഒരാൾ വന്നിട്ട്, ഒരു നീല ആക്റ്റീവയിലാണ് വന്നേ. ആൾ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ 5000 രൂപ പ്രൈസ് ടിക്കറ്റ് ഉണ്ട്, മാറി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇല്ലയെന്ന് പറഞ്ഞു, പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ 2 സെറ്റ് എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ടിക്കറ്റ് മാറി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അതിൽ പ്രൈസ് ഉണ്ടെന്ന് കാണിച്ചു. അതിന് ശേഷം ഞാൻ ടിക്കറ്റിൻ്റെ പൈസയും പോയിട്ട് ബാലൻസ് പൈസയും കൊടുത്ത് ഞാൻ വിട്ട്. ഈ പ്രൈസ് ടിക്കറ്റ് ഞാൻ ഏജൻസിയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ടിക്കറ്റാണ്, ഇത് മാറൂല, ഇത് ക്യാഷ് കിട്ടൂല. ഇതുപോലെ 2-3 ദിവസം മുന്നേ മലയൻകീഴും ഇതുപോലെ ഇതേ സെയിം നമ്പറിൽ, എനിക്ക് കിട്ടിയ ഇതേ സെയിം നമ്പറിൽ ആ ടിക്കറ്റ് അവിടെ കൊണ്ടുപോയി മാറി മലയൻകീഴ് മാങ്കുന്നിലെന്ന് പറയുന്ന ഏജൻസിയിൽ മാറി അവരുടെ കയ്യിൽ നിന്ന് 5000 രൂപ പോയെന്ന് പറഞ്ഞ് അവരും മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഇന്ന് രാവിലെ തന്നെ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിച്ചിട്ട് ബാലൻസ് അറിയിക്കുക എന്ന് പറഞ്ഞു.